ശ്രദ്ധിക്കണേ, ക്ലാസ്സിൽ ശ്രദ്ധിക്കണേ. മുനിസിപ്പൽ കമ്മിറ്റി. The members of a municipal committee are elected by people who are 18 years and above, live in that town or city. The elected members of a municipal committee are called municipal councillors. നമ്മൾ പറഞ്ഞു എങ്ങനെയാ മുനിസിപ്പൽ കമ്മിറ്റിനെ തെരഞ്ഞെടുക്കുക? മുനിസിപ്പൽ കമ്മിറ്റി ആർ elected by people. ജനങ്ങളാണ് മുനിസിപ്പൽ കമ്മിറ്റിനെ തെരഞ്ഞെടുക്കുക. Who are 18 years and above, live in that town. ആ ടൗണിൽ ജീവിക്കുന്ന 18 വയസ്സിൽ കൂടുതലായ ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് മുനിസിപ്പൽ കമ്മിറ്റിനെ തീരുമാനിക്കുക. The elected members of a municipal committee are called municipal councillors. അങ്ങനെ മുനിസിപ്പൽ കമ്മിറ്റി മെമ്പർമാരെ നമ്മൾ എന്ത് പേരാ പറയാ? പേരാ പറയാ? മുനിസിപ്പൽ കൗൺസിലേഴ്സ്. നമ്മൾ പാഞ്ച് സാർപഞ്ച് ഒക്കെ പഠിച്ചില്ലേ? ഇല്ലേ? അത് എവിടുത്തെയായിരുന്നു? പഞ്ചായത്തിലായിരുന്നു. അതുപോലെ മുനിസിപ്പൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന മെമ്പർമാരെ നമ്മൾ പറയുന്ന പേരാണ് മുനിസിപ്പൽ കൗൺസിലേഴ്സ്. എങ്ങനെയാ മുനിസിപ്പൽ കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റി തിരഞ്ഞെടുക്കുക? മുനിസിപ്പൽ കമ്മിറ്റി ആർ elected by people who are 18 years old. That people must live in that city or village. Okay. Yes. The elected members of the municipal committee are known as municipal councillors. So municipal committeeയിലെ മെമ്പേഴ്സിന് പറയുന്ന പേരാണ് മുനിസിപ്പൽ കൗൺസിലേഴ്സ്. പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറയുന്നത് പോലെ മുനിസിപ്പൽ കമ്മിറ്റിയിലെ മെമ്പർമാരെ എന്താ പറയാ? മുനിസിപ്പൽ കൗൺസിലേഴ്സ്. Say loudly with me. പറഞ്ഞേ, മുനിസിപ്പൽ കൗൺസിലേഴ്സ്. Okay. Next paragraph. One of the members is elected to work as the head of the municipal committee. He is called the chairman or the president. അപ്പൊ മുനിസിപ്പൽ കൗൺസിലേഴ്സിന്റെ ഹെഡിന് പറയുന്ന പേരാണ് എന്ത്? ചെയർമാൻ ഓർ പ്രസിഡന്റ്. നമ്മൾ പഞ്ചായത്തിലെ മെമ്പർമാരൊക്കെ കൂടി ചേർന്ന് ആ ഒരു പ്രസിഡന്റിന് പറയുന്നത് എന്താണ്? പഞ്ചായത്ത് പ്രസിഡന്റ് എന്നല്ലേ നമ്മൾ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? പഞ്ചായത്തിലെ ഹെഡിനെ നമ്മൾ എന്താ പറഞ്ഞത്? പ്രധാൻ അല്ലെങ്കിൽ സാർപഞ്ച് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ മുനിസിപ്പൽ കമ്മിറ്റിയിലെ പ്രസിഡന്റിന് പറയുന്ന പേരാണ് എന്ത്? ചെയർമാൻ ഓർ president. Head of the municipal committee is known as chairman or president. Okay. അപ്പൊ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഹെഡിന് പറയുന്ന പേരെന്താ? മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഹെഡിന് നമ്മൾ എന്താ പറയാ? ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ്. Okay. In big cities like Mumbai, Kolkata, Delhi and Chennai, the municipal committee are called municipal corporations. The head of the municipal corporation is the mayor. Municipal committee or corporation looks after cleanliness of the city, supply of the clean drinking water, street lighting, setting up of hospitals. അതുപോലെ തന്നെ നമുക്ക് ബിഗ് സിറ്റീസ് മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ അങ്ങനെയുള്ള വലിയ വലിയ സിറ്റികളില്ലേ? മുംബൈയും ചെന്നൈയും കൊൽക്കട്ടയൊക്കെ പോലെ വലിയ സിറ്റികളിലെ മുനിസിപ്പൽ കമ്മിറ്റിക്ക് എന്താ പറയാന്നറിയോ? മുനിസിപ്പൽ കോർപ്പറേഷൻ. എന്താ പറയാ? മുനിസിപ്പൽ കോർപ്പറേഷൻ. എന്താ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാല്? എന്താ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാല്? ബിഗ് സിറ്റീസ് ലൈക്ക് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. In these cities, municipal committees are known as municipal corporation. ഇപ്പൊ വലിയ വലിയ സിറ്റിയിലെ മുനിസിപ്പൽ കമ്മിറ്റിക്ക് നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയാം. മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഹെഡ് ആരാന്നറിയോ? മേയർ. ആരാണ്? മേയർ. പറഞ്ഞേ, മേയർ. ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈസ് ദ മേയർ. ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കമ്മിറ്റി ഈസ് ദ ചെയർമാൻ ഓർ പ്രസിഡന്റ്. ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈസ് മേയർ. കോർപ്പറേഷനിലെ ഹെഡിന്റെ പേരാണ് മേയർ എന്നാണ് പറയാ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം മുനിസിപ്പൽ കമ്മിറ്റിയിലെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഹെഡിനെ നമ്മൾ പറയും മേയർ. MAYOR, മേയർ. ശരി, മേയർ എന്താ? മേയറിന്റെ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്തൊക്കെ ജോലി ചെയ്യാൻ അവരുടെ ഫംഗ്ഷൻസ് എന്താണെന്നറിയോ? ഫംഗ്ഷൻസ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ആർ ക്ലീൻലിനെസ് ഓഫ് ദ സിറ്റി. ആ സിറ്റിനെ ക്ലീൻ ചെയ്യുക. പിന്നെ സപ്ലൈ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ള വിതരണം അല്ലെ? ഡ്രിങ്കിങ് വാട്ടറിന്റെ വിതരണം. പിന്നെ സ്ട്രീറ്റ് ലൈറ്റിംഗ്, തെരുവിളക്കുകൾ സ്ഥാപിക്കുക. ലാസ്റ്റ് വൺ, സെറ്റിംഗ് അപ്പ് ഓഫ് ഹോസ്പിറ്റൽ. ആ സിറ്റിയിൽ ആവശ്യമായ ഹോസ്പിറ്റല് നിർമ്മിക്കുക. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻസ്. അപ്പൊ എന്താ മുനിസിപ്പൽ കോർപ്പറേഷൻ? എന്തൊക്കെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ മുനിസിപ്പൽ കോർപ്പറേഷൻ? പറഞ്ഞേ.
cleanliness of the city, supply of clean drinking water, street lighting, setting up of hospitals. Okay. Yes. Then അതിന്റെ ബാക്കി providing free education for children up to 14 years. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആരാണ്? മുനിസിപ്പൽ കോർപ്പറേഷനിൽ അല്ലേ? ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് റോഡ്സ്. റോഡ് നിർമ്മിക്കുക, പുതിയ പുതിയ റോഡുകൾ നിർമ്മിക്കുക, അതുപോലെ റോഡിന്റെ റിപ്പയറിംഗ് വർക്ക്സ് ചെയ്യിക്കുക. പിന്നെ ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പാർക്സ്. പാർക്കുകളുടെ നിർമ്മാണം. പിന്നെ ലാസ്റ്റ് വൺ സെറ്റിംഗ് അപ്പ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ സെന്റേഴ്സ്. setting up of adult education centers, especially for the poor. പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ സെന്റർ നിർമ്മിക്കുക. These are the functions of municipal corporations. ഒന്നുകൂടെ മിസ് പറയാം. മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫങ്ഷൻസ് ഇതാണ്: cleanliness of the city, supply of clean drinking water, street lighting, setting up of hospitals, providing free education, പിന്നെ ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് റോഡ്സ്, പിന്നെ ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പാർക്സ്, പിന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ സെന്റർ. ഓക്കെ. എന്താ ആരോണേ? എന്താ മോനെ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആരോൺ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആരോണേ ആവുന്നില്ല? അൺമ്യൂട്ട് ചെയ്ത മോനെ. ഓപ്ഷൻ തന്നല്ലോ മിസ്. ആരോൺ പോയോ? ആരോൺ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓ പറഞ്ഞോ. കട്ടായി പോകുന്നുണ്ടോ? റേഞ്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. യെസ്. Then next paragraph, the committee collects money from. നമ്മൾ ഇത് എടുത്തതല്ലേ മക്കളെ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ലേ? ഒക്കെ എടുത്തതാ, നിങ്ങൾക്ക് മറന്നുപോയല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. The committee collects money from people in the form of taxes, അല്ലേ? Such as house tax, property tax, water tax, electricity tax, road tax. അപ്പൊ ഇതിനൊക്കെ വേണ്ട പണം, ഈ റോഡ് നിർമ്മാണത്തിനും അതുപോലെ പാർക്ക് ഉണ്ടാക്കണമെങ്കിലും പിന്നെ ഹോസ്പിറ്റൽ ഉണ്ടാക്കണമെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ പണം നമുക്ക് എല്ലാത്തിനും വേണം. പണം കണ്ടെത്തണം അല്ലെ? അത് നമ്മൾ ടാക്സിലൂടെയാണ് കളക്ട് ചെയ്യുന്നത് പറഞ്ഞു. ടാക്സ് കളക്ട് ചെയ്യും അല്ലെ? വീടിന്റെ ടാക്സ്, പിന്നെ ഇലക്ട്രിസിറ്റി ടാക്സ്, പിന്നെ വെള്ളത്തിന് ടാക്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ടാക്സിൽ നിന്നാണ് എന്ത് ചെയ്യാ? നമ്മള് ഇതിന് വേണ്ട പണം കണ്ടെത്തുക. അങ്ങനെ നോക്ക്, ടാക്സ് ഈസ് ഓൾസോ ചാർജ് ഓൺ ഗുഡ്സ്. സാധനങ്ങൾക്കും നമ്മള് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കളക്ട് ചെയ്യുന്ന ടാക്സിന് പറയുന്ന പേരാണെന്ത്? എന്താ മോനെ ജെവിനെ? ഓക്ട്രോയി ടാക്സ്. എന്താ പറയാ? ഓക്ട്രോയി ടാക്സ്. ജെവിൻ എവിടെ? ജെവിൻ എന്താ മോനെ പറഞ്ഞോ? അൺമ്യൂട്ട് ചെയ്തടാ. ഞാന് ഇപ്പഴാ കേറിയത്. ഇത് എടുത്ത കാര്യങ്ങൾ തന്നെ മോനെ. എവിടെയാ? അത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഏതായിരുന്നു? മുനിസിപ്പൽ കമ്മിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മിസ് ഇന്ന് പറഞ്ഞത്. ഇത്രയും നമ്മൾ പറഞ്ഞല്ലേ? ഒക്ട്രോയി ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാധനങ്ങളുടെ മേൽ ചുമത്തുന്നല്ലേ? പഞ്ചസാരയോ അങ്ങനെയുള്ള ഡ്രസ്സും പഞ്ചസാര അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന് മേളിൽ ഈടാക്കുന്ന ടാക്സിനെ നമ്മൾ എന്ത് പറയാ? ഒക്ട്രോയി ടാക്സ് എന്ന് പറയാം അല്ലേ റിലു? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു അത് എടുക്കണം എന്നല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ നോട്ട് എഴുതിയോ? ഇല്ലല്ലോ. അപ്പൊ fill in the blanks എടുത്തോ. fill in the blanks മിസ് പറഞ്ഞുതരാം.
ആ fill in the blanks 5ന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. മക്കള് തനിയെ കണ്ടുപിടിച്ചേ 5 എണ്ണത്തിന്റെ ആൻസർ. കണ്ടുപിടിച്ചേ. കണ്ടുവോ? കണ്ടുപിടിച്ചോ? ആദ്യത്തെ കണ്ടുപിടിച്ചേ മോനെ. കിട്ടിയാ? ആൻസർ കിട്ടിയാ? 5ന്റെ ആൻസർ ആർക്കാ കിട്ടിയെന്ന് കൈ കാണിച്ചേ. 5ന്റെ കിട്ടിയത് ലിലുവിന് കിട്ടിയോ? വേഗം കണ്ടുപിടിക്കേ. ജെവിന് കിട്ടിയ മോനെ? ആൻസർ കിട്ടിയോ? അവിടെ നിൽക്കേ, ഇവരും കൂടെ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, ഒന്നാമത്തെ മിസ് വായിക്കാം, ശ്രദ്ധിക്കണേ. ഇൻ വില്ലേജസ് civic amenities are provided by the dash. വില്ലേജില് സിവിക് കമ്മ്യൂണിറ്റീസ് ആരാ പ്രൊവൈഡ് ചെയ്യാ? In villages civic amenities are provided by grama panchayat. Write down grama panchayat. Grama panchayat. Fill in the blanks. First one, grama panchayat. First one, grama panchayat. In villages, civic amenities are provided by grama panchayat. GRAMA grama panchayat. PANCHAYAT. grama panchayat. വില്ലേജുകളില് സിവിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്താണ്. Then രണ്ടാമത്തത്, the head of the ഗ്രാമപഞ്ചായത്ത് is called dash or dash. ഗ്രാമപഞ്ചായത്തിന്റെ ഹെഡിന് നമ്മൾ എന്താ പറയാ? ഗ്രാമപഞ്ചായത്തിലെ ഹെഡിന് നമ്മൾ എന്താ പറയാ? ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് is called പ്രധാൻ or sarpanch. എന്താ പറയാ? പ്രധാൻ or sarpanch. Write down പ്രധാൻ. PRADHAN Pradhan or Sarpanch. SARPANCH Pradhan or Sarpanch. Head of the Grama Panchayat is known as Pradhan or Sarpanch. Third one, head of the municipal committee is called dash or dash. Municipal committee head nammal endha paraya?
Head of the municipal committee is called chairman or president. Write down chairman or president. CHAIRMAN. Chairman or president. PRESIDENT. Head of the municipal committee is called chairman or president. പഞ്ചായത്തിന്റെ ഹെഡിനെ നമ്മൾ സാർപഞ്ച് അല്ലെങ്കിൽ പ്രധാൻ എന്ന് പറയും. മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഹെഡിനെ നമ്മൾ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയും. Then fourth one, mayor is the head of the municipal dash. മേയർ എന്ന് പറഞ്ഞ ഏതിന്റെ ഹെഡാ? മേയർ എന്ന് പറഞ്ഞ ഏതിന്റെ ഹെഡാ? മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഹെഡാണല്ലേ. Head of the municipal corporation is the mayor. The mayor is the head of dash. Head of municipal corporation. Write down municipal navadi undalle. Municipal corporation. CORPORATION. Municipal corporation. Mayor is the head of municipal corporation. Then last fifth one. Dash is collected from the people by the municipal committee. ആരാ എന്താ കളക്ട് ചെയ്യാ? എന്താ ജെവിനെ അതിന്റെ ആൻസർ? ഡാഷ് ഈസ് കളക്റ്റഡ്. എന്താ കളക്ട് ചെയ്യുന്നത് ജനങ്ങളിൽ നിന്ന്? ടാക്സ്. ടാക്സ്. ടാക്സ് ഈസ് കളക്റ്റഡ് ഫ്രം ദ പീപ്പിൾ ബൈ ദ മുനിസിപ്പൽ കമ്മിറ്റി. ടാക്സ്. TAX. ടാക്സ്. ടാക്സ്. കിട്ടിയില്ലേ? Okay, then next one, true or false. Next one, true or false. ഒന്നാമത്തത് first one നോക്കേ. A country ruled by a king is called a democratic country. രാജാവ് ഭരിക്കുന്ന കൺട്രീനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയാം. ആണോ? രാജാവ് ഭരിക്കുന്ന കൺട്രീനെ നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രി എന്നാണോ പറയാ? ആണോ? ആദ്യത്തെ സെന്റൻസ് വായിച്ച ആ ലെസണിലെ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ദിസ് മീൻസ് വി ആർ നോട്ട് റൂൾഡ് ബൈ എ കിങ് ബട്ട് വി ഗവേൺ അവർ ഓൺ കൺട്രി. നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നതിനെയാണ് ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയാം. രാജാവ് ഭരിക്കുന്നതിനാണോ? നോ, ദാറ്റ് ഈസ് false. A country ruled by a king is called a democratic country. That is false. A country is not ruled by a king is called a democratic country. അല്ലെ? രാജാവ് ഭരിക്കാത്ത രാജ്യം, അതായത് നമ്മൾ തന്നെ നമ്മൾ ഭരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയാം. സെക്കൻഡ് വൺ, എ ഗ്രാമപഞ്ചായത്ത് ബിൽഡ്സ് ആൻഡ് റിപ്പയർസ് വില്ലേജ് റോഡ്സ്. ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത് വില്ലേജ് റോഡ് നിർമ്മിക്കുക എന്നാണ്. True. Next one, municipal committee of Mumbai is called municipal corporation. മുംബൈ മുനിസിപ്പൽ കമ്മിറ്റിനെ നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാ പറയാന്ന് നമ്മൾ പറഞ്ഞു. എന്താ? വലിയ വലിയ സിറ്റീസിലെ മുനിസിപ്പൽ കമ്മിറ്റിനെ നമ്മൾ എന്താ പറയാ? കോർപ്പറേഷൻ എന്നാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ ആണല്ലേ. മുംബൈ, കൊൽക്കത്ത അങ്ങനെയുള്ള വലിയ വലിയ സിറ്റീസിലെ മുനിസിപ്പൽ കമ്മിറ്റിനെ നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാ പറയാ അല്ലേ? ദാറ്റ് ഈസ് ട്രൂ. Next one, municipal committee does not supply clean drinking water. മുനിസിപ്പൽ കമ്മിറ്റി കുടിവെള്ളം വിതരണം ചെയ്യാറില്ല. അവരുടെ ഫംഗ്ഷൻ അല്ലേ അത്? ഫോൾസ് ആണ്. അവരെന്ത് ചെയ്യും? അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ ഫംഗ്ഷൻ ആണ് ഇത്. മുനിസിപ്പൽ കമ്മിറ്റി സപ്ലൈ ഡ്രിങ്കിങ് വാട്ടർ. ദാറ്റ് ഈസ് ഫോൾസ്. നോട്ട് സപ്ലൈ എന്നാ പറഞ്ഞത്. നോട്ട് സപ്ലൈ ആണോ? അല്ല. മുനിസിപ്പൽ കമ്മിറ്റി സപ്ലൈ ഡ്രിങ്കിങ് വാട്ടർ എന്നാണ് വേണ്ടത്. നോട്ട് വേണ്ട അവിടെ. ദാറ്റ് ഈസ് ഫോൾസ്.
false. Next one, octroi tax is charged on water and electricity. ആ വെള്ളത്തിനും കരണ്ടിനും വേണ്ടി നമ്മൾ ഈടാക്കുന്ന ടാക്സിന് പറയുന്ന പേരാണ് ഒക്ട്രോയി ടാക്സ്. ശരിയാണോ? അല്ല. വാട്ടറിന്റെ നമ്മൾ വാട്ടർ ടാക്സ് എന്നാണ് പറയാ, ഇലക്ട്രിസിറ്റിന്റെ ഇലക്ട്രിസിറ്റി ടാക്സ് എന്നാണ് പറയാ. ഒക്ട്രോയി ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാധനങ്ങളുടെ മേൽ ചുമത്തുന്നത് അല്ലേ? ഒക്ട്രോയി ടാക്സ് ഈസ് ചാർജ് ഓൺ ഗുഡ്സ്. ഒക്ട്രോയി ടാക്സ് ഈസ് ചാർജ് ഓൺ ഗുഡ്സ്. സാധനങ്ങളുടെ മുകളിൽ ചുമത്തുന്ന ടാക്സിന്, സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈടാക്കുന്ന ടാക്സിനെയാണ് നമ്മൾ ഒക്ട്രോയി ടാക്സ് എന്ന് പറയാ. ദാറ്റ് ഈസ് false. false. ഓക്കെ, ചെയ്തില്ലേ? എന്താ മോളെ നിത? എന്താ മോളെ നിത ഫാത്തിമ? അൺമ്യൂട്ട് ചെയ്തേ. മോക്ക് എന്തോ റേഞ്ച് പ്രോബ്ലം ഉണ്ട്. മോള് പറയുന്നത് എനിക്ക് ക്ലിയർ ഇല്ല. റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്താ ജെവിൻ? തേർഡ് വണ്ണിന്റെ ഇതെന്താ ആൻസർ? എന്താ? The Mumbai Municipal Committee of Mumbai is called a municipal corporation. True. Okay. എന്താ ഷൗമ? എന്താ മോളെ? അൺമ്യൂട്ട് ചെയ്തേ. ഷൗമ അൺമ്യൂട്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ false. True or false? First one false, second one true, third one true, fourth one false, fifth one also false. Okay. Next one, answer these questions. ഇത് മുഴുവൻ നോട്ടിലേക്ക് എഴുതണേ. fill in the blanks ഉം true or false നോട്ടിലേക്ക് എഴുതാൻ മറക്കരുത്. Next one, answer these questions. Who elects the members of the Grama Panchayat? All of you write down the question. Okay. Write down the question, all of you. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാ. മിസ് ആൻസർ പറഞ്ഞുതരാം. Answer these questions. First one. The first question. Who elects the members of the Grama Panchayat? ആരാണ് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ തിരഞ്ഞെടുക്കുക? Who elects the members of the Grama Panchayat? ഓക്കെ, എഴുതാ. ആരാ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ തിരഞ്ഞെടുക്കുക? 18 വയസ്സ് പൂർത്തിയായ ആൾക്കാരല്ലേ? എഴുതിക്കോ. All men and women, all
men and women or men and women who are 18 years 18 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ആണ് ആരെ സെലക്ട് ചെയ്യാ പഞ്ചായത്ത് മെമ്പർമാരെ സെലക്ട് ചെയ്യാം who are 18 years and above 18 years and above live in that village comma vote and choose the members of Grama Panchayat. Choose the members of Grama Panchayat. പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും 18 വയസ്സോ അതിന് മുകളിലുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും വോട്ട് ചെയ്തിട്ടാണ് ആരെ തിരഞ്ഞെടുക്കുക പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ രണ്ടാമത്തത് റൈറ്റ് എനി 3 ഫങ്ഷൻസ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ 3 ഫങ്ഷൻസ് എഴുതാൻ ഏതെങ്കിലും 3 ഫങ്ഷൻസ് എഴുതാൻ വേണ്ടി മായിച്ചോട്ടെ മിസ് ഇത് മായിക്കട്ടെ വേഗം എഴുത് ജൂലിയറ്റ് എഴുതിയോ എഴുതി കഴിഞ്ഞു ഓക്കെ മിസ് മായിക്കാണേ ഇനി എഴുതി കഴിയാത്തവര് വൈകുന്നേരം എന്ത് ചെയ്യാ നമ്മുടെ ലിങ്ക് കണ്ടിട്ട് അതിൽ നിന്ന് എഴുതുക ആദ്യത്തെ എഴുതിയോ ജുവൽ ആൻഡ് ജോമൽ എഴുതിയില്ലേ ആരോൺ എഴുതിയോ വേഗം എഴുതു മോനെ ഫവാസ് എഴുതിയോ ഫവാസേ എഴുതി കഴിഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതി വെക്കണേ നജ എന്താ മോളെ എഴുതിയോ ആ ഓക്കെ മായ്ക്കാം മിസ് ഇപ്പൊ അടുത്ത് എഴുതരാം ഇവർ എഴുതട്ടെ കുറച്ച് ആൾക്കാരും കൂടെ എഴുതാനുണ്ട് ഓക്കെ മിസ് മായിച്ചു കേട്ടോ ആരോൺ റീലു എഴുതിയോ പെട്ടെന്ന് എഴുതിയില്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കും മക്കളെ കാരണം ടൈം ഒരുപാട് പോവാണ് മിസ്സിന്റെ നമുക്ക് ഒരുപാട് ലെസൺ തീരാനില്ലേ മോനെ എഴുതിയോ ആരോൺ എഴുതിയോ ഓക്കെ
Next one, second one. Second question answer. Functions of Grama Panchayat. Write any 3 functions of Grama Panchayat. ഒന്നാമത്തത് അത് പോയിന്റ് ആയി എഴുതണേ. ഒന്നാമത്തത് cleanliness of the village. Cleanliness of the village. Cleanliness of the village. Cleanliness of the village. രണ്ടാമത്തത് രണ്ടാമത്തെ പോയിന്റ് ബിൽഡിംഗ് ആൻഡ് ബിൽഡിംഗ് നിർമ്മിക്കുക. എന്ത്? റോഡ് നിർമ്മിക്കുക അല്ലെ. ബിൽഡിംഗ് ആൻഡ് repairing, repairing, repairing of building and repairing of village roads. Village roads, ROADS. Then മൂന്നാമത്തത് street lighting, തെരുവിളക്ക് സ്ഥാപിക്കുക. STREET, street lighting, LIGHTING. Okay. Then third one കൂടെ എഴുതാം മിസ്സേ. Third one, who elects the members of a municipal committee? ആരാണ് മുനിസിപ്പൽ കമ്മിറ്റിയിലെ മെമ്പർമാരെ തിരഞ്ഞെടുക്കുക? എഴുതിക്കോ. The members of municipal committee are elected by the people, who are 18 years and above. 18 years and above. 18 വയസ്സിൽ 18 അതിൽ കൂടുതലോ ആയ ആൾക്കാര്. And live in that city or town. Okay. The members of municipal committee are elected by the people who are 18 years and above and live in that city. രണ്ട് ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ. നമ്മുടെ ടൈം കഴിയാനായി. എഴുതണേ. നമ്മുടെ ടൈം ഇപ്പൊ കഴിയേ. 12:10 ആയി.
ഓക്കെ മക്കളെ, ഇത് എഴുതി കഴിയാത്തവര് ഈ ലിങ്ക് കാണുക കേട്ടോ. മിസ്സിന്റെ ക്ലിപ്പ് ഇടുന്ന ഇപ്പൊ ക്ലാസ്സിൽ മിസ് ലിങ്ക് ഇടും. അത് മിസ് മക്കൾ നോക്കി ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്താ ചെയ്യാ? വേഗം എഴുതോ. 2 മിനിറ്റ് കൂടെ കാത്തിരിക്കാം. വേഗം എഴുതോ. പെട്ടെന്ന് എഴുത്. ഓക്കെ മക്കളെ, ടൈം കഴിയാനായി. മിസ് ഇത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. അടുത്ത ക്ലാസ് തുടങ്ങണ്ടേ? വേറെ ടീച്ചറിന് സുമാ മിസ്സിന് ക്ലാസ് തുടങ്ങേണ്ടതാ. ഓക്കെ, നിങ്ങൾ വൈകുന്നേരം യൂട്യൂബ് ക്ലാസ് കാണാം. അത് നോക്കി എഴുതാം. ബൈ ബൈ, സി യു. Okay, bye bye. See you in the next class.